നിനക്കെന്ന് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ പൈപ്പ് പൊട്ടിയത്? സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ കൈ കഴുകാൻ പോയപ്പോ പൈപ്പ് പൊട്ടിയിരുന്നു, അങ്ങനെയാണ് ഞാൻ. നീയൊക്കെ കൂടി പൈപ്പ് പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ സത്യമായിട്ട് ഞങ്ങളല്ലേ ഇത്, നമുക്ക് അറിഞ്ഞൂടെ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. വേണ്ട വേണ്ട നിൽക്കുമ്പോ സാറേ അറിയാതെ പൈപ്പിൽ പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി, അല്ലാതെ വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാ പൊട്ടിയതായി. നാലും പഠിച്ച കള്ളന്മാരാ സാറേ. ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നോക്കാണോ നിനക്കൊക്കെ? സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തില്ല സാറേ. കള്ളം പറയുക. സാറേ നമ്മളല്ല. പിന്നെ പറയടാ. എടാ നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പൈപ്പ് താനേ പൊട്ടിയതാണ്, ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യം വെച്ചാ നീയൊക്കെ വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? സാറേ സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കണ്ണി നോക്കി കള്ളം പറയുന്ന നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? നീയൊക്കെ പഠിച്ചാ വരെ ബാധിച്ചിട്ടില്ലല്ലോ. നിന്നെയൊക്കെ ഉണ്ടാക്കി തന്നെ തളയാൻ പറഞ്ഞാൽ മതി. പറയണ എന്നോട് സത്യം മതി സാറേ, പിള്ളേരല്ലേ. ശരി. താൻ എന്താണോ ഈ കാണിച്ചത്? ഞാൻ എന്തിനാണ് പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യപ്രാപ്തിയോടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ. പഠിപ്പീരിനെ കൊണ്ടൊക്കെ ഞാൻ കണ്ടത്, അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ. അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും വഴക്കൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനെ എന്താ ആയിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആഴ്ച വേണോ നിക്കണം. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരെ വേണം കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്?
അയാളാണ് അച്ഛാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ. വായിച്ചേക്കും. മായ്ക്കല്ലേ 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 മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ്, സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി. പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കയറി പിടിക്കുന്നോടാ. അതിങ്ങാടാ ഇങ്ങ് തോടാ തരാൻ. ദാ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി. സാർ, ബാടി. ഈ വരുന്ന 9-ാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ. അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും. അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ? വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ. മത്സരിക്കണം. എനിക്ക് മത്സരിക്കണം ക്ലാസ് ലീഡർ ഇലക്ഷന്. നിനക്കോ? അതൊന്നും വേണ്ട. യോഗ്യതയുള്ളവർ മത്സരിക്കട്ടെ. സാറ് അമ്പാടിക്ക് മാത്രം ലീഡർ ആവുന്നൊന്നുമില്ലല്ലോ. ഇല്ല. ഡാ, ഇവനൊക്കെ വേണ്ടി ആര് വോട്ട് ചെയ്യാനാ? 1, 2, 3 വോട്ട് കിട്ടും. വേറെ ആരി? സാർ ഞാൻ ചെയ്യും. ശരി, 4 വോട്ട്. എടാ, അതിനു വേണ്ടി ഇലക്ഷനൊക്കെ നടത്തി വെറുതെ സമയം കളയണോ? അതൊന്നും വേണ്ട. അമ്പാടി നിന്നോളൂ. സാറേ ശ്രീകുട്ടന്റെ പേരെടുത്ത ആർക്കും നിൽക്കാനാ ഇലക്ഷന്? അതെ, പിന്നെന്താ അവന് നിന്നാ? എന്തു പറ്റി? എന്താ ഇവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ച നടക്കുക. ഇലക്ഷൻ്റെ എന്ത് ചർച്ച? അല്ല സാറേ, അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ. ആ, ഇത്തവണ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന്. ഈ സാറിനെ. ആഹാ, ലീഡറാവണം അല്ലേ? അതെ അതെ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നിപ്പോൾ കേട്ടത്. ശരിയല്ലേ സാറേ? ശല്യങ്ങളാ. അനുസരണ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശ്രീകുട്ടൻ നിന്നാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവനൊക്കെ ഇലക്ഷൻ ഇലക്ഷനിൽ നിന്നാ എന്താ പ്രശ്നം? ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാറ് നല്ല കണ്ടല്ലേ? ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ? ആ ബുക്കിങ് ശ്രീകുട്ട ഒപ്പിട. സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരു 2 മാസം മുമ്പ്
എൻ്റെ മോൻ വിഷ്ണു കാണി പടിഞ്ഞോട്ട് നോക്കടാ. അവനെ കാണാതായി സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവനെ തിരിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ഇതാണ്ട് ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓടുകയാണ് സുഹൃത്തുക്കളെ. അത് കാരണം എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ 2-3 ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പം ഫോട്ടോ എടുക്കണ ലൈവാ എന്തിനു? അല്ല, എൻ്റെ മോൻ അന്ന് കാണാതായ. അയ്യോ, പിന്നെ കാണാതായ? അല്ല, നിൽക്കണ പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. ഈ ജാംബവാന്റെ വിഷ്ണുവിന്റെ മിസ്സിംഗ് കേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം. ഇതൊരു അച്ഛൻ്റെ എൻ്റെ പൊന്ന് സാറേ, എൻ്റെ മോനാണ് ഈ നിൽക്കണത്, വിഷ്ണു. മനസ്സിലായോ? ശരിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പറ്റിയ അബദ്ധം എന്റേതാണ്. ജാംബവാനെ അല്ല കാണാതെ പോയത്, ഞാനാണ് ജാംബവാനെ കാണാതെ. ജാംബവാനല്ല സാറേ, വിഷ്ണു. ശരി. ഓ, മതി കട്ടി മതി. ഇതൊക്കെ കൊണ്ട് വല്ല കാര്യം ഉണ്ടാടാ? നമുക്ക് നോക്കണ്ണ, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. എന്തായാലും 19 പേര് കണ്ടു. നീ ഇപ്പൊ കേറ്റണോ ഒക്കെയാണ്. ഈ ദേശത്തിൽ അവനൊന്നും ചെയ്യില്ല. ആ സാറുമാരെന്തത്ര നേരത്തെ അണ്ണാ നാല് മിന്നുസൊന്നുമില്ല. ദിവസം വന്നോളൂ ഓസിന് കൂച്ചാൻ. ചുമ്മാ പറഞ്ഞാണ്, മിന്നുസൊക്കെ തരാം. ഓ വേണ്ട. എടാ, നീയൊക്കെ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചെന്ന് എല്ലാരും അറിഞ്ഞല്ലേ. പിന്നെ എന്തെത്ര വിഷമം നിനക്കൊക്കെ? അതൊന്നും അല്ല. പിന്നെ ക്ലാസ്സിലെ ഇലക്ഷന് പേരെടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടെ. എന്തിന്? എന്തോ അമ്പാടി കിട്ടുന്ന പണിയാൻ. സീരിയസ് ആയിട്ടാണ്? നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടെ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക്. എന്നിട്ട് 4 ലക്ഷം പടി, എന്നിട്ട് ഒരുത്തന്നെ പണിയാൻ നോക്കാം. അവനൊക്കെ പണിയാൻ നടക്കണം. പിന്നെ മേസ്തരിയല്ലേ പണിയാൻ. അയ്യോ, ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ് ധന്യ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം. ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. ആര്യഭവൻ. പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. എങ്ങനെയുണ്ട്? ധർമ്മബോധമുള്ളതാണ്. അടുത്തൊരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചു മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ്, നീ കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്? Who is the author of How Far is the River? Yes. Ruskin Bond. Good. So, the story How Far is the River was written by Ruskin Bond. In this story, what prevented the boy from seeing the river? Mbadi vada. Sir, the big mountain. Good. What did the boy hear about the river from the villagers? Sir.
about the fish and rocks in the water. ഇരിക്കും. എനിക്ക് വയ്യ. Why did the boy like to walk barefooted? Anasa പറ. He likes the feel of warm stones and cool grass. ഗുഡ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. എല്ലാവരും എണീക്ക്. കമോൺ, വാ, ബാഗ് കൂടെ എടുത്തു. ബാടി, നിങ്ങളെല്ലാവരും എണീക്ക്. നിങ്ങൾ ഫ്രണ്ടിൽ പോയി. പഠിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം. എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബുക്കടച്ചോ. നമുക്ക് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം. അത് പഠിച്ചില്ലല്ലോടാ. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് ബെറ്റർ. ഇതാര് പറഞ്ഞ? ശ്രീകുടെ പറ. ആര് പറഞ്ഞത്? അറിയില്ലേ? പഠിച്ചതല്ലേ? ശരി, എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ? പറ. പറടാ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ? അവിടെ പറ. അവിടെയോ? അവിടെ ആർക്കെങ്കിലും അറിയോ? അമ്പാടി സർ, പറ. നേച്ചർ സ്പ്ലെൻഡി. അതാണ്. എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് പഠിക്കണം. നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. എണീച്ചു പുറകിൽ പോടാ.